പാലക്കാട് മരുന്ന റോഡിൽ സമയക്രമത്തെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിൽ കൂട്ടത്തല്ല്. മേച്ചേരി അശ്വതി ബസ്സുകളിലെ ജീവനക്കാരാണ് ഏറ്റുമുട്ടിയത്. 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിൽ മേച്ചേരി ബസ്സിലെ ജീവനക്കാരനായ രാജേഷ് കുമാർ മദ്യപിച്ചിരുന്നതായും പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാടി ചേരുന്നു പാലക്കാട് നിന്ന്. പ്രജിത്ത്, പലപ്പോഴും ഈ ബസ് ജീവനക്കാരുടെ ബസ്സുകളുടെ മത്സരയോട്ടം, സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം, ഇത് പൊതുനിരത്തിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഈ മേച്ചേരി അശ്വതി ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് ഈ മേച്ചേരി ബസ്സും അശ്വതി ബസ്സും രണ്ടും പാലക്കാട് വാളയാറിലേക്ക് പോകുന്ന ബസ്സുകളായിരുന്നു. ഇവർ തമ്മിൽ സമയക്രമങ്ങൾ തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ മരുത്ത് റോഡിൽ വെച്ചാണ് ഒരു ബസ് ക്രോസ് ഇട്ടിട്ട് 2 ബസ്സിലെയും ജീവനക്കാർ തമ്മിൽ നടു റോഡിൽ ഏറ്റുമുട്ടിയത്. അതൊരു ദേശീയ പാതയാണ്, എന്നിട്ടും അതിൽ വെച്ച് തന്നെയാണ് അവർ ഏറ്റുമുട്ടിയത്. ഇതിൽ മേച്ചേരി ബസ് ഏറ്റുമുട്ടി നടു റോഡിൽ അടിയുണ്ടാക്കിയ ശേഷം നോക്കുന്ന സമയത്ത് അതിലത്തെ ഒരു ബസ്സിലെ ജീവനക്കാരൻ, മേച്ചേരി ബസ്സിലെ ജീവനക്കാരൻ രാജേഷ് കുമാർ മദ്യപിച്ചുവെന്നും അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. പോലീസുകാർ വന്ന് നോക്കിയപ്പോഴാണ് ഈ 6 പേർക്കെതിരെ നടു റോഡിൽ വെച്ച് മദ്യപിച്ചിട്ടും ദേശീയപാത ബ്ലോക്ക് ചെയ്ത് സംഘർഷം ഉണ്ടാക്കിയതിനും 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഈ സംഭവം പാലക്കാട് മരുന്ന് റോഡിൽ വെച്ച് നടക്കുന്നത് കേട്ടോ. ഇത് പതിവായി ഇത്തരം സംഭവങ്ങൾ ഈ പാലക്കാട് തന്നെ ഈ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടുന്നുണ്ട്. ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ബസ് ജീവനക്കാരൻ മദ്യപിച്ചിരുന്നു പറയുന്നുണ്ട്. മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചുമൊക്കെ പലപ്പോഴും വാഹനം ഓടിക്കുന്ന സംഭവങ്ങളുണ്ട്. അത് മറ്റ് യാത്രക്കാരുടെ ജീവന് പോലും ഭീഷണിയാകുന്നു. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ പ്രജിത്ത്? ഇതിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ശക്തമാക്കി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാട്. എന്ന് വെച്ചാലും പക്ഷെ ഈ ആലത്തൂരിലെ വാളയാറിലേക്ക് പോകുന്ന ബസ്സുകളിൽ അത്തരം ഈ സമയക്രമങ്ങൾ പാലിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പാലക്കാട് തൃശ്ശൂർ ഭാഗങ്ങളിലാണ് ഈ ബസ്സുകൾ ഹൈവേകളിൽ സമയക്രമത്തെ ചൊല്ലി എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. പക്ഷെ പാലക്കാട് വാളയാർ ഭാഗത്തേക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഇതേ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് സമയക്രമത്തെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിൽ കൂട്ടത്തിലുണ്ടായത്. സ്പോട്ട് ലൈവ്.